അത്ര ഏകപക്ഷീയമല്ല യുദ്ധം. ആകാശയുദ്ധം ഏതാണ്ട് ഏകപക്ഷീയമാണ്. പക്ഷേ ആകാശയുദ്ധം കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന ഫലം ഒരുപക്ഷെ കിട്ടില്ല. ഇറാൻ അറിയാം അയത്തുള്ള ഖൊമേനി വധിക്കപ്പെടുമെന്ന് 100% അറിയാം. കാരണം അദ്ദേഹത്തെ തേടി വരും. പ്രധാന നേതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു ഒരു യോഗത്തിന്. പ്രാതലിന് ശേഷം ഒരു യോഗം. അതിനെക്കുറിച്ച് കൃത്യവിവരം കിട്ടിയപ്പോൾ ആ സമയം നോക്കി ആഞ്ഞടിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം. ഈ ഫൈനൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പ്രാദേശിക മിലിറ്ററി കമാൻഡേഴ്സിനെ ഏൽപ്പിച്ചു എന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകരുന്ന അവസ്ഥയിൽ പോലും ഓരോ പ്രദേശത്തിനും ഉചിതമായ റെസിസ്റ്റൻസ്, ഉചിതമായ ആക്രമണം നടത്താനായി ഒരു സംവിധാനമാണ്. അമേരിക്കയ്ക്ക് ഒട്ടും പരിചിതമായ കാര്യമല്ല. അപ്പോൾ ഇറാൻ്റെ മിലിറ്ററി ടാറ്റിക്സ്, ഇറാൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ പൂർണ്ണമായും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായി ഇറാൻ പൊറുതിമുട്ടിക്കഴിയുമ്പോൾ ജനങ്ങൾ വ്യാപകമായി തെരുവിലിറങ്ങും. അപ്പോൾ എളുപ്പമുള്ളൊരു കാര്യമുണ്ട് ട്രംപിന്. അവരോട് പറയാം, ഇത് നിങ്ങളായി, നിങ്ങളുടെ പാടായി. അപ്പോൾ കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയിൽ പോലും പൂർണ്ണ ആധിപത്യം എയർ സുപ്പീരിയോറിറ്റിയിലൂടെ നേടിയെടുക്കാൻ ഇസ്രയേൽ കഴിഞ്ഞിട്ടില്ല. അന്ന് സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ പ്രേരിപ്പിച്ച് അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇറാഖ് ഇറാനുമായി യുദ്ധം ചെയ്തു. 8 വർഷം നീണ്ട 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന മഹായുദ്ധം. ഇറാൻ കീഴടങ്ങിയില്ലല്ലോ. വളരെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങാം. ട്രംപിൻ്റെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടിയേക്കാം. കാരണം ഈ യുദ്ധം അമേരിക്കയുടെ യുദ്ധമാണ് എന്ന് അമേരിക്കക്കാർ പറയുന്നില്ല. ഈ ട്രംപിനെ എക്കാലത്തും പിന്തുണച്ചിരുന്ന ചിലരും പറയുന്നു ഇത് ട്രംപിൻ്റെ യുദ്ധം മാത്രമാണ്. ഇറാന്റെയും ഇസ്രായേലിന്റെയും ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രായേൽ ഇറാൻ യുദ്ധം 5-ാം ദിനവും തുടരുന്നു. ഇറാനിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചു. US സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അധിക സേനയെ അയക്കുന്നതായി പെന്റഗൺ അറിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം 5 ദിവസം പിന്നിടുമ്പോൾ US-നും ഇസ്രായേലിനും തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിജയപ്രതീക്ഷ കുറച്ചൊന്ന് കുറഞ്ഞു. കാരണം മാസങ്ങൾ നീണ്ട CIA മൊസാദ് ആസൂത്രണത്തിലാണ് ഖമനേയെ വധിച്ചത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വലിയ പ്ലാനിംഗ് നടത്തി മാസങ്ങൾ കാത്തിരുന്ന് കൃത്യസമയത്ത് നേരെ പോയി കുറെ ബോംബിടുന്നു, ഖമനേയെ വധിക്കുന്നു. ഇതെല്ലാം നിസ്സാരം, പെട്ടെന്ന് തീർക്കാം എന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ ഇറാൻ തെറ്റിച്ചു. ഏത് യുദ്ധവും കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. ചില്ലറ കണക്കുകൂട്ടലൊന്നുമല്ല അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. വലിയ ഏകോപനമുണ്ടായിരുന്നു ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇസ്രായേൽ. അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മാത്രമാണ് നയപരമായ തീരുമാനമാണ് യുദ്ധം ചെയ്യുക എന്നത്. ചർച്ച എന്ന് പറയുന്നത് ഒരു ഡിലേയിങ് ടാറ്റിക്സ് ആണ്. യുദ്ധത്തിന് തങ്ങൾ പൂർണ്ണ സജ്ജരാകുന്നത് വരെ സമയം നീട്ടിക്കൊണ്ടു പോകാൻ വെറുതെ ഒരു ചർച്ച, ആണവ ചർച്ച എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രഹസനം എന്ന നിലയിൽ ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് തോന്നാൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ മരുമകനായ ജാറേദ് കുഷ്ണറെ പോലും ചുമതലയേൽപ്പിച്ചത്. അതുകൊണ്ടാണ്. അതുപോലെ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫ്. അപ്പം ചർച്ചകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആണവ പ്രശ്നവും ആയിരുന്നില്ല ഒരു പക്ഷേ അടിസ്ഥാന കാരണം. യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഇറാനെ പരമാവധി പ്രഹരശേഷി നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആണവ പദ്ധതി ഉന്മൂലനം ചെയ്യണം, അത് ചർച്ച കൊണ്ടാവില്ല. അത് ആക്രമണത്തിലൂടെ ആവും. മിസൈൽ ശേഖരം പൂർണ്ണമായി നശിപ്പിക്കണം, അതും ചർച്ച കൊണ്ടാവില്ല. ഭരണകൂടം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം. മാറുമെന്നത് ശുഭാപ്തി വിശ്വാസം. പക്ഷേ ഈ എല്ലാ ടാർഗറ്റുകളും ഒരുപോലെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്ക വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ 4-5 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന കണക്കുകൂട്ടലിൽ ആയിരുന്നു ഇസ്രായേലും അമേരിക്കയും ഒക്കെ തന്നെ. ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു യുദ്ധം ഒരുപക്ഷെ 4-5 ആഴ്ച, വർഷങ്ങൾ എടുക്കില്ല എന്ന് മാത്രമേ ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതിനർത്ഥം അത്ര ഏകപക്ഷീയമല്ല യുദ്ധം. ആകാശയുദ്ധം ഏതാണ്ട് ഏകപക്ഷീയമാണ്. പക്ഷേ ആകാശയുദ്ധം കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന ഫലം ഒരുപക്ഷെ കിട്ടില്ല. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ഇറാൻ്റെ ഭൂമിയിലുള്ള ഡിഫൻസ് കേപ്പബിലിറ്റീസ്, പ്രത്യേകിച്ച് ആണവ കേപ്പബിലിറ്റീസ്, മിസൈൽ കേപ്പബിലിറ്റീസ്
പരമാവധി തകർക്കാൻ ആകാശത്ത് ഇരുന്നു കൊണ്ട് സാധിക്കും. അതിൽ സംശയം ലവലേശമില്ല. പക്ഷേ ഇറാൻ്റെ യഥാർത്ഥ കേപ്പബിലിറ്റി കുറച്ചുകൂടി വൈഡ് സ്പ്രെഡാണ്. ഇറാൻ്റെ 33 പ്രവിശ്യകളിൽ പലയിടത്തായി ചിത്രം നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇറാൻ്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം. അവിടെ ജനങ്ങൾ ഇൻവോൾവാണ്, മതഘടനകൾ ഇൻവോൾവാണ്, വിശ്വാസ പ്രമാണങ്ങൾ ഇൻവോൾവാണ്, അതിന് പറ്റുന്ന ഒരു പ്രാദേശിക നേതൃത്വമുണ്ട്. അപ്പോൾ കേന്ദ്ര നേതൃത്വം വധിക്കപ്പെട്ടാൽ, അതായത് ആയത്തുള്ള അലി ഖൊമേനി എന്ന ഒറ്റയാൾ വധിക്കപ്പെട്ടാൽ, അതോടൊപ്പം മിലിറ്ററി കമാൻഡർമാരും IRGC ചീഫും എല്ലാം തന്നെ വധിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ തങ്ങളുടെ ദൗത്യം 90% പൂർത്തിയാക്കി. അങ്ങനെ ആയിരുന്നില്ല ഇറാൻ്റെ ഒരു രീതിശാസ്ത്രം. ഇറാൻ അറിയാം ആയത്തുള്ള ഖൊമേനി വധിക്കപ്പെടുമെന്ന് 100% അറിയാം. കാരണം അദ്ദേഹത്തെ തേടി വരും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾ നീണ്ടു നിന്ന തയ്യാറെടുപ്പാണ്. ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആയത്തുള്ള അലി ഖൊമേനിയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ രഹസ്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചാരന്മാരെ നിയോഗിച്ചുകൊണ്ട്. അത് മാത്രമല്ല, ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഉൾപ്പെടെ ഹാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യാൻ ഉള്ള ക്യാമറകൾ ഉൾപ്പെടെ ഹാക്ക് ചെയ്തിട്ട് ഓരോ നേതാവും ഏതെല്ലാം സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന സഞ്ചാരപഥം പോലും ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറെ ചാരന്മാരുടെ സഹായവും. ഇതെല്ലാം സ്റ്റഡി മെറ്റീരിയൽസാണ്. സമാധാന സമയത്ത് നടക്കുന്ന സ്റ്റഡി പർപ്പസാണ്, റിസർച്ച് ആൻഡ് സ്റ്റഡി സിസ്റ്റമാറ്റിക്കായിട്ട്. അതിൻ്റെ ഫലമായി കറക്റ്റ് ഒരു ടൈം വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇവരെല്ലാവരും കൂടി, പ്രധാന നേതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു ഒരു യോഗത്തിന്. പ്രാതലിന് ശേഷം ഒരു യോഗം. അതിനെക്കുറിച്ച് കൃത്യവിവരം കിട്ടിയപ്പോൾ ആ സമയം നോക്കി ആഞ്ഞടിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം. അതിനുണ്ടാകുന്ന റിപ്പർക്കഷൻസ് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചില്ല. 10ലധികം രാജ്യങ്ങളിലേക്ക്, 7-8 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ അത്രയും രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ അയക്കും. കാര്യമായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നമുക്കറിയാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് പരിമിതമാണ്. അവർക്ക് ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്, പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. കുറേ എണ്ണപ്പാടങ്ങളോ അല്ലെങ്കിൽ അറാംകോയുടെ സെൻറ്ററോ ഒക്കെ ആക്രമിക്കപ്പെട്ടു. അത് ശരിയാണ്, തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. പക്ഷേ ആക്രമണം എന്ന് പറയുമ്പോൾ ഇറാൻ അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമല്ല. കാരണം ഇറാൻ്റെ മിസൈലുകളുടെ പോർമുനകൾ ദുർബലമാണ്. അമേരിക്കയ്ക്ക് അത്യന്താധുനികമായ മിസൈലുകളുമുണ്ട്, കൃത്യതയുള്ള മിസൈലുകളാണ്. കൃത്യമായ ലക്ഷ്യത്തിൽ, കൃത്യമായ ഇത്ര സ്ക്വയർ ഇഞ്ചിനുള്ളിൽ പതിക്കണമെന്ന് വിചാരിച്ചാൽ അത്ര പ്രിസിഷൻ ബോംബിങ് സാധ്യമാകും. ഇറാൻ ആ പ്രിസിഷൻ ബോംബിങ് ഒരു പക്ഷേ സാധ്യമാകുന്നില്ല. ഒരുപാട് മിസൈലുകൾ അയക്കുന്നുണ്ട്, ഡ്രോണുകൾ അയക്കുന്നുണ്ട്. പക്ഷേ പ്രഹരശേഷി കുറവാണ് എന്ന് കാണാം. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. തുടർച്ചയായ ആക്രമണങ്ങളിൽ ഉലയാതെ പൊരുതുന്ന ഒരു രീതിയാണല്ലോ ചരിത്രത്തിൽ ഉടനീളം ഇറാനുള്ളത്. അപ്പോൾ ചെറുത്തുനിൽപ്പിനുള്ള ഇറാന്റെ ശേഷിയെ വില കുറച്ചു കണ്ടു ഇസ്രായേലും അമേരിക്കയും. ഇപ്പോൾ അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന ഒരു അവസ്ഥയിലാണ് ഇറാൻ. അങ്ങനെ നോക്കുമ്പോൾ US-ഉം ഇസ്രായേലും കരുതിയതിലും കരുത്തരാണോ ഇറാൻ? റെസിലിയൻസ് എന്നൊരു വാക്കുണ്ട്. അതായത് എത്ര പ്രഹരം നേരിട്ടാലും വീണ്ടും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക, സ്റ്റേ എഫ്ലോട്ട്. ഇത് ഇറാൻ്റെ ചരിത്രപരമായ ഒരു പ്രവണതയാണ്. ഇറാൻ്റെ ഒരു സൈനിക ഘടനയിലുള്ള ഒരു കാര്യമാണ്. പ്രഹരങ്ങൾ ഏറെ ഏറ്റ ഒരു ജനതയാണ്. ചരിത്രം തുടങ്ങുന്ന കാലം പോയി ഏർലി സിവിലൈസേഷനാണെന്ന് ഓർക്കണം. സസാനിഡ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എംപയർ ഉണ്ടായിരുന്നു. അതിന് മുൻപ് പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. പല ആവർത്തി പേർഷ്യൻസ് എന്ന് പറയുമ്പോൾ ചരിത്രപരമായ പേർഷ്യ, ഇന്നത്തെ ഇറാൻ, ഇറാഖ്, സിറിയ, തുർക്കിയുടെ ചില ഭാഗങ്ങൾ എല്ലാം ചേർന്നതായിരുന്നു വിശാലമായ പേർഷ്യൻ എംപയർ. അത് പല സമയങ്ങളിൽ, പല രൂപത്തിൽ, പല നേതൃത്വങ്ങളുടെ കീഴിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ യുദ്ധം ചെയ്തത് ആരോടാണ്? യൂറോപ്യൻ ശക്തികളോട്. അല്ലെ, ഗ്രീസിനോട് യുദ്ധം ചെയ്തു, റോമിനോട് യുദ്ധം ചെയ്തു. പിന്നീട് അതിനു മുമ്പ് തന്നെ ഈജിപ്തുമായിട്ട്, ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു. എന്നും അറബികളുമായിട്ട് പിന്നീട് ദീർഘകാലം യുദ്ധത്തിലായിരുന്നു. കാരണം പേർഷ്യൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ അറബികളല്ല. അറബികളുമായി യുദ്ധം ചെയ്തു. അങ്ങനെ വിശാലമായ യുദ്ധ പാരമ്പര്യമുള്ള ഒരു ശക്തിയും പൂർണ്ണമായി കീഴടക്കി വെച്ചിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇന്നത്തെ ഇറാൻ, അല്ലെങ്കിൽ ട്രഡീഷണൽ പേർഷ്യയുടെ പിന്മുറക്കാർ എന്ന് പറയുന്ന ഇറാൻ. അതുകൊണ്ട് പോരാട്ടവീര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ ജനങ്ങളുടെ ജനിതക ഘടനയിലുള്ള ഒരു കാര്യമാണ്. റെസിസ്റ്റൻസ്
എത്രത്തോളം പീഡനവും അനുഭവിക്കാൻ അവർ തയ്യാറാണ്. അപ്പോഴും പോരാട്ടവീര്യം കെടാതെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു ജനത, അതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും ഏതാണ്ട് അത് തന്നെയാണ് കാണുന്നത്. ഒരു മിലിറ്ററി തന്ത്രം എന്ന നിലയിൽ ഒരുപക്ഷെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം, ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അമേരിക്ക തകർക്കുമെന്നറിയാം. ഇപ്പം ലാർജാനി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണല്ലോ ഇത് മുഴുവൻ വാർ എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യാനായി പ്രത്യേകം നിയമിതനായ അലി ലാർജാനിക്ക് മാത്രം അദ്ദേഹം വധിക്കപ്പെട്ടാൽ എന്ത്, അടുത്ത പിൻഗാമി ഇതെല്ലാം പഠിച്ചു വരാൻ ഏറെ നേരം പിടിക്കും, അല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ പ്രവിശ്യകളിലേക്ക് ഡീസെൻട്രലൈസ്ഡായി ഈ ഫൈനൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പ്രാദേശിക മിലിറ്ററി കമാൻഡേഴ്സിന് ഏൽപ്പിച്ചു എന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകരുന്ന അവസ്ഥയിൽ പോലും ഓരോ പ്രദേശത്തിനും ഉചിതമായ റെസിസ്റ്റൻസ്, ഉചിതമായ ആക്രമണം നടത്താനായി ഒരു സംവിധാനമുണ്ട്. അമേരിക്കയ്ക്ക് ഒട്ടും പരിചിതമായ കാര്യമല്ല. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ്, അതായത് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള സെൻട്രൽ കമാൻഡ് അതാണ്. അതുപോലെ വ്യോമസേന അങ്ങനെയാണ്. അതുപോലെ നാവികസേനയുടെ കമാൻഡ് എന്ന് പറയുന്നത് ഈ ബഹ്റൈനിൽ മനാമയിൽ കേന്ദ്രീകരിച്ച 5ാം കപ്പൽപ്പടയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു സെൻട്രലൈസ് സംവിധാനമുണ്ട്, ആ പ്രദേശത്തിന് വേണ്ടി ഒരു സെൻട്രലൈസ് സംവിധാനമുണ്ട്. അങ്ങനെയല്ല ഇറാൻ്റെ രീതി. അപ്പോൾ ഇറാൻ്റെ മിലിറ്ററി ടാറ്റിക്സ്, ഇറാൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ പൂർണ്ണമായും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്ര പ്രഹരവും എത്ര പൗണ്ടിങ്ങും എത്ര ബോംബാർഡ്മെൻറ്റും ഏൽക്കാൻ തയ്യാറായി ഒരു ജനതയും രാജ്യവും നിൽക്കുമ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കാനുള്ള ഏക കാര്യം, there will be division in the ranks. നമ്പർ 1 പോസിബിലിറ്റി, IRGCയിൽ ഒരു പിളർപ്പുണ്ടാകുന്നു. പോസിബിലിറ്റി മാത്രമാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും അത് ഊഹിക്കാനേ പറ്റൂ. അതാണ് ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. IRGCയിൽ ഒരു വിടവുണ്ടാവുകയും അവിടെ അമേരിക്കൻ ചാരന്മാർ, അമേരിക്ക നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ആളുകൾ, ഒരു കൊട്ടാരം അട്ടിമറി പോലെ IRGC തലപ്പത്തേക്ക് അമേരിക്ക നിയോഗിക്കുന്ന ആളുകൾ എത്തുകയും അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം, പോസിബിലിറ്റി. അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യത്തിൽ വലിയ ഒരു ഡിവിഷൻ ഉണ്ടാവുകയും ഒരു വിഭാഗം നടത്തുകയും, അതായത് ടേക്ക് ഓവർ. പക്ഷേ സൈന്യത്തിൻ്റെ നിയന്ത്രണവും IRGCക്കാണല്ലോ യഥാർത്ഥത്തിൽ എലീറ്റ് ഫോഴ്സ് എന്ന നിലയിൽ. മതഘടനകളെ അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാനാവില്ല. ഇറാനിൽ ഡീപ്ലി റൂട്ടഡായ ഒരു സിവിലൈസേഷണൽ ശക്തിയുണ്ട്, അതിന് തലപ്പത്ത് മതഘടനകളുമുണ്ട്. മതഘടനകളെ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ വിലയ്ക്ക് വാങ്ങാനാവില്ല. സൈന്യത്തെ വിലയ്ക്ക് വാങ്ങാനാവും. ചില വിഘടന ഗ്രൂപ്പുകളെ, കുർദുകളെയോ അല്ലെങ്കിൽ തെക്കുള്ള പ്രദേശത്തെ ബലൂച്ചുകളെയോ ഒക്കെ ചിലപ്പം വാങ്ങിയെടുക്കാൻ കഴിയും. പക്ഷേ മതഘടനകളെ വാങ്ങിയെടുക്കാനാവില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഏത് രീതിയിലാണ് റെസിസ്റ്റൻസ്? അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നത്, വലിയ ശക്തിയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇറാൻ പൊറുതിമുട്ടിക്കഴിയുമ്പോൾ ജനങ്ങൾ വ്യാപകമായി തെരുവിലിറങ്ങും. അപ്പോൾ എളുപ്പമുള്ളൊരു കാര്യമുണ്ട് ട്രംപിന്. അവരോട് പറയാം, ഇനി നിങ്ങളുടെ പാടായി, നിങ്ങൾ അധികാരം ഏറ്റെടുക്കൂ. അങ്ങനെ പറഞ്ഞാൽ നടക്കുന്ന ഒന്നാണോ അധികാര കൈമാറ്റം? ഒരു നേതാവുണ്ടോ, ഒരു പ്രതിപക്ഷമുണ്ടോ, ഒരു ഘടനയുണ്ടോ, ഒരു ഓൾട്ടർനേറ്റ് ഗവൺമെൻറ് ഇൻ പ്ലേസ് എന്ന രീതിയിൽ ഒന്നും തന്നെ ഇറാനിലില്ല. അവിടെയാണ് ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തി കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്മാറുന്നു എന്നതോ, അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിന് മുൻപ് പിൻവാങ്ങുന്നതോ, അല്ലെങ്കിൽ ആകെ ചവിട്ടി കുഴച്ചിട്ടിട്ട് ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ പിന്മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ ക്രൂരമായ ഒരു വിനോദമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കൊരു അധികാര കൈമാറ്റം സുഗമമായി കൊണ്ടുവരാൻ കഴിയുകയും ഇറാനിയൻ ജനതയ്ക്ക് അവർ അർഹിക്കുന്ന വിഭവങ്ങൾ ലഭിക്കുകയും, അത് എണ്ണയാണ്, ആ ജനങ്ങളുടെയാണ് വിഭവം, ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല ജനങ്ങളുടെയാണ് വിഭവങ്ങൾ, അതിന് നിയന്ത്രണാവകാശം ലഭിക്കുകയും ഒക്കെ ചെയ്യുക എന്ന ഏറ്റവും പരിപാവനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു വൈദേശിക അധിനിവേശ ശക്തിക്ക് കഴിയുമോ? പറയുന്ന ന്യായങ്ങളൊക്കെയും സമ്മതിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ആണവ വിപത്തുണ്ട്, ശരിയാണ്, ആർഗ്യുമെൻറ്റിന് വേണ്ടി സമ്മതിക്കാം. ആണവ വിപത്ത് ഇറാനിൽ നിന്നുണ്ട്. തീർച്ചയായും ഒരു ആണവ രാജ്യമായിരുന്നു ഇറാനെങ്കിൽ ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾ, കുവൈറ്റിനെതിരെയും ഖത്തറിനും ഒമാനും ഒക്കെ എതിരെ നടന്ന ആക്രമണങ്ങളിൽ ആണവ പോർമുനകളാണ് ഉപയോഗിച്ചത് എങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും അവശേഷിക്കുമായിരുന്നോ എന്ന ഒരു ന്യായമായ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ ഇറാൻ്റെ മിസൈലുകൾ വഹിക്കുന്ന പോർമുനകൾ ദുർബലമാണ്. ഏതാനും കിലോ ടൺ മാത്രം സ്ഫോടനശേഷിയുള്ളതാണ്. പക്ഷേ ആണവായുധങ്ങൾ അങ്ങനെയല്ലല്ലോ.
അതുകൊണ്ട് അമേരിക്ക മുൻകൂട്ടി ആണവായുധങ്ങൾ തകർക്കാനായി ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും അതിനെ ന്യായീകരിക്കും. അതിൽ സ്വല്പം സത്യമുണ്ട് താനും. പക്ഷേ ഇറാൻ്റെ കയ്യിൽ മാത്രമേ ആണവായുധങ്ങൾ സുരക്ഷിതം അല്ലാതെ ഇരിക്കൂ, ഇസ്രയേലിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് അവിടെ ഉണ്ട്. അവിടെ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഘട്ടമല്ല ഇപ്പോൾ കാണുന്നത്. ഇറാൻസ് റെസിലിയൻസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ ആക്ഷൻ. ആ റെസിലിയൻസിനെ തകർക്കാൻ, ആ ആത്മവീര്യത്തെ തകർക്കാൻ വെറും ഏറിയൽ അറ്റാക്ക് മതിയാകുമോ? എത്ര ശക്തമാണെങ്കിലും അത് മതിയാകുമോ എന്നതാണ് ഇവിടെ വരുന്ന ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ആകാശ യുദ്ധം കൊണ്ട് ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നതിനപ്പുറം ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാമെന്ന് കരുതുന്നത് ശരിക്കും മണ്ടത്തരമാണ് എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ കരയുദ്ധം വേണ്ടിവരും. അങ്ങനെ സംഭവിച്ചാൽ താങ്കൾ തന്നെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ വിയറ്റ്നാമിലും അഫ്ഗാനിലുമൊക്കെ സംഭവിച്ചതുപോലെ വലിയൊരു കുരുക്കിൽ അകപ്പെടില്ലേ അമേരിക്ക? ചരിത്രമാണല്ലോ ഏറ്റവും വലിയ പാഠപുസ്തകം. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം യുദ്ധം ആത്യന്തികമായി വിജയിക്കാനാവില്ല എന്ന് വീണ്ടും 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 ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കരയുദ്ധത്തിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ മാറുന്നത്. ഉദാഹരണത്തിന് ഈ അടുത്ത സമയത്ത് അവസാനിച്ചു എന്ന് കരുതപ്പെടുന്ന ഗാസയിലെ യുദ്ധം, ഇപ്പോഴും പൊട്ടിത്തെറികളുണ്ട്, മറക്കുന്നില്ല. ആ യുദ്ധത്തിലും ഏറിയൽ സുപ്രമസി ഏതാണ്ട് കംപ്ലീറ്റ്ലി ഇസ്രയേലിനായിരുന്നല്ലോ. ഇസ്രയേൽ ഗാസയുടെ നഗരങ്ങൾ ആക്രമിച്ചു, ജനവിഭാഗങ്ങളെ ആക്രമിച്ചു. 70,000-ഓളം മരണമുണ്ടായി. കേവലം 22 ലക്ഷം പേരിൽ 70,000 പേരെന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-1 പേര് മരിക്കുകയാണ്. അത്രയും വലിയ മരണസംഖ്യ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അംഗഭംഗം വരികയാണ്, ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കെട്ടിടം പോലും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ഗാസ അവശേഷിക്കുമ്പോഴും ഇപ്പോൾ ഇത് ഗാസയുടെ പുനരുദ്ധാനം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ വിത്ത് അമേരിക്കൻ പീസ് പ്ലാൻ നടക്കുന്നു. അതെന്ത് തന്നെ ആയിരുന്നാലും പൂർണ്ണമായി ഗാസ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ഏറിയൽ യുദ്ധമായിരുന്നു സൂചനയെങ്കിൽ ഗാസ പൂർണ്ണമായി കീഴ്പ്പെടുത്താനും ഹമാസിനെ കീഴ്പ്പെടുത്താനും കഴിയുമായിരുന്നു. അപ്പോൾ കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയിൽ പോലും പൂർണ്ണ ആധിപത്യം എയർ സുപ്പീരിയോറിറ്റിയിലൂടെ നേടിയെടുക്കാൻ ഇസ്രയേൽ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ ഇസ്രയേലി വിമാനവും താഴെ പോയിട്ടില്ല, വിടുവിച്ചിടപ്പെട്ടിട്ടില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ആൾനാശം വളരെ പരിമിതമായിരുന്നു. ഈ ആൾനാശം ഒന്നും തന്നെ ഏറിയൽ യുദ്ധത്തിൽ ഉണ്ടായതല്ല. ആൾനാശം ഉണ്ടായത് ചെറിയ തോതിലെങ്കിലും ഉണ്ടായത് കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഗാസ മണ്ണിൻ്റെ 1000 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശമല്ല ഇറാൻ എന്ന മഹാരാജ്യം. വലിപ്പം കൊണ്ടെങ്കിലും ജനസംഖ്യ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഗാസയിൽ വെറും 22 ലക്ഷം പേർ. ഇറാൻ്റെ ജനസംഖ്യ ഏതാണ്ട് 10 കോടിയോളം, 9 കോടിയിൽ പരം ആളുകളാണ്. അത്രയും വലിയ ജനങ്ങൾ, 100 കണക്കിന് ചെറുതും വലുതുമായ സിറ്റീസ്, പിന്നെ ഗ്രാമപ്രദേശങ്ങൾ, ദുർഘടമായ മലനിരകൾ, ഈ നിമ്നോന്നതങ്ങൾ നിറഞ്ഞ ഭൂമി എന്നു വേണ്ട സമുദ്രതീരങ്ങൾ, വടക്കും തെക്കും, വടക്ക് കാസ്പിയൻ കടൽ, തെക്ക് പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഇറാൻ ഉണ്ട്. 100% അത് പറയാം. സ്വാഭാവികമായി ഏകപക്ഷീയമായി ഭരണകൂടം പൂർണ്ണമായി കീഴടങ്ങുന്നില്ല എങ്കിൽ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ വന്നാൽ ഇന്നല്ല, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസമല്ല, വർഷങ്ങൾ പിന്നിട്ടാലും അവസാനിക്കില്ല. അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അധികാരത്തിൽ വന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമേനി നേതൃത്വം നൽകുന്ന ഒരു ഘടന. അന്നത് വളരെ യങ് ആയിരുന്നു. അന്ന് സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ പ്രേരിപ്പിച്ച് അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇറാഖ് ഇറാനുമായി യുദ്ധം ചെയ്തു. 8 വർഷം നീണ്ട 1980 മുതൽ 88 വരെ നീണ്ടു നിന്ന മഹായുദ്ധം ഇറാൻ കീഴടങ്ങിയില്ലല്ലോ. അവിടെ അറബി സേനകൾ, അല്ലെങ്കിൽ അറബി സേനകൾ എന്ന് പറയുന്നത് ശരിയല്ല, ഇറാഖാണ് അതിന് പിന്നിൽ നിന്നുകൊണ്ട് സദ്ദാം ഹുസൈനെ ആയുധങ്ങൾ എത്തിച്ചതും സഹായം നൽകിയതും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയത് അമേരിക്കയാണ്, ഇസ്രായേലാണ് എന്ന് ഓർക്കണം. അന്ന് സാഹചര്യം പിന്നീട് മാറി, സദ്ദാം ഹുസൈൻ ശത്രുവായിട്ട് മാറി, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് സാധിച്ചില്ല ഇറാനെ. അന്ന് രാസായുധങ്ങൾ ഉൾപ്പെടെ ഇറാൻ്റെ ചില പ്രദേശങ്ങളിൽ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതൊക്കെയാണ് ആത്യന്തികമായി സദ്ദാം ഹുസൈനെ പുറത്താക്കുന്നതിന് വേണ്ടി അമേരിക്ക കണ്ടുപിടിച്ച ന്യായങ്ങളൊക്കെ. പക്ഷേ അന്ന് സാധിച്ചില്ല. അപ്പോൾ കരയുദ്ധമൊന്നും നടക്കുന്ന കാര്യമല്ല, ഇറാനിൽ നടക്കുന്ന കാര്യമല്ല. ഇറാനിലേക്ക് ഒരു കാരണവശാലും ഇപ്പോഴത്തെ നിലയിൽ അമേരിക്കൻ മറീനുകൾ, അമേരിക്കൻ ട്രൂപ്സ്
പ്രവേശിക്കും എന്ന് കരുതാനാവില്ല. ഇസ്രയേലിൻ്റെ ട്രൂപ്സ് ഒന്നും പ്രവേശിക്കില്ല. ഇസ്രയേൽ വളരെ അകലെ കിടക്കുന്ന രാജ്യമാണ്. ഇസ്രയേലും ഇറാനും തമ്മിൽ അതിർത്തികളൊന്നുമില്ല. അതിനിടയിൽ സിറിയയുണ്ട്, അതിനിടയിൽ ജോർദാൻ എന്ന രാജ്യമുണ്ട്, ഇറാഖുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം കടന്ന് സേനയ്ക്ക് മാർച്ച് ചെയ്തൊന്നും എത്താനാവില്ല, വാഹനങ്ങളിൽ എത്താനാവില്ല, എയർലിഫ്റ്റ് ചെയ്യാനേ ആവൂ. അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലൂടെ വേണമെങ്കിൽ അല്ലെങ്കിൽ കാസ്പിയൻ കടലിലൂടെ. ഇതൊന്നും ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ഇറാൻ്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ, ആ ലൊക്കേഷൻ മാപ്പ് നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇറാന് നാച്ചുറൽ ഇൻസുലേഷൻ ഉണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ആകാശങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം, ഇറാൻ്റെ ഉപരിതലത്തെ പരമാവധി കാര്യങ്ങൾ നശിപ്പിക്കാം. എങ്കിലും ഒരു ജനതയെ പൂർണ്ണമായി, 9 കോടി ജനങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനാവില്ല. അവരുടെ പോരാട്ടവീര്യത്തെ നശിപ്പിക്കാനാവില്ല. അവർക്ക് പ്രതിഷേധമുണ്ട് അവരുടെ ഗവൺമെൻറ്റിനോട്, അതിൻ്റെ രീതികളോട്, അടിച്ചമർത്തലിനോട്, മനുഷ്യാവകാശ ലംഘനങ്ങളോട്, ക്രൂരമായ സമീപനങ്ങളോട് പ്രതിഷേധമുണ്ട്. പക്ഷേ ഒരാക്രമണം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ പൊതുവെ ഒരുമിച്ച് നിൽക്കും. അത് ഒരു വിള്ളൽ ഇപ്പോഴത്തെ നിലയിൽ ദൃശ്യമല്ല. അതുമാത്രമല്ല, ഈ ദൃശ്യമാണെങ്കിൽ പോലും അത് ഇറാനിൽ നിന്നും റിപ്പോർട്ടുകളൊന്നും വെളിയിൽ വരുന്നില്ല. വരുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ചിത്രമാണ്. എത്രത്തോളം അത് വിശ്വസിക്കാം എന്ന് അറിയില്ല. ഒരു വശത്ത് അൽ ജസീറയും അറബ് മാധ്യമങ്ങളും എല്ലാം നൽകുന്ന റിപ്പോർട്ടുകൾ പ്രേക്ഷകർ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വെസ്റ്റേൺ മാധ്യമങ്ങൾ, ABC-യും BBC-യും CNN-ഉം അങ്ങനെയുള്ള വെസ്റ്റേൺ മാധ്യമങ്ങളും, അതുപോലെ ഗാർഡിയൻ, ടൈംസ്, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, ഇങ്ങനെയുള്ള പത്രങ്ങളും മാസികകളും നൽകുന്ന വിവരങ്ങളും എല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തികച്ചും ഏകപക്ഷീയമാണ് ആക്രമണമെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിയാലും ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം തുണ. ആർക്കും പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താനായിട്ടില്ല ആ രീതിയിൽ. അതുകൊണ്ടൊരു ഭരണമാറ്റം ഒരുപക്ഷെ ഉണ്ടാവുന്നു എങ്കിൽ ആകസ്മികം അമേരിക്ക തന്നെ ഇതിനുള്ളിൽ പ്ലോട്ട് ചെയ്തൊരുക്കിയ ഒരു പദ്ധതിയുടെ വിജയം, വെനിസ്വലയിൽ കണ്ടതുപോലെ ഒരു സംഭവം, അത് നടക്കുന്നത് തള്ളിക്കളയാനാവില്ല. അല്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമൊരു അധികാര കൈമാറ്റം നടക്കാനാവുന്നൊരു നിലയിലല്ല ഇന്ന്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റോയിട്ടേഴ്സിന്റെ സർവേ പ്രകാരം അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിന് എതിരാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഈ യുദ്ധങ്ങളോട് മമതയില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത് യുദ്ധം നീണ്ടേക്കാം എന്നുമാണ്. അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു യുദ്ധാവസാനത്തിനോ പരിഹാരത്തിനോ വിദൂര സാധ്യത കാണുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യുദ്ധം നീണ്ടാൽ ട്രംപിന് വലിയ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരില്ലേ? വളരെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങാം, ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങാം. ട്രംപിൻ്റെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടിയേക്കാം. കാരണം അമേരിക്കൻ പ്രസിഡൻസി നിലനിൽക്കുന്നത് അമേരിക്കൻ പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കയിൽ നിയതമായ ഘടനകളുണ്ട്, നിയതമായ ചട്ടങ്ങളുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഉണ്ട്. പ്രസിഡന്റ് എന്ന വ്യക്തിക്ക് ഏകപക്ഷീയമായി കൺട്രോൾ ചെയ്യാവുന്ന ചുരുക്കം ചില മേഖലകളുണ്ട്. ആ മേഖലകൾ അതിലംഘിച്ചുകൊണ്ട് ട്രംപ് എന്ന എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഏകപക്ഷീയമായി കോൺഗ്രസിനെ, അതായത് അമേരിക്കൻ പാർലമെൻറ്റായ ലെജിസ്ലേച്ചറായ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ടാരിഫുകൾ ഏർപ്പെടുത്തി യുദ്ധം പ്രഖ്യാപിച്ചു. അതീവ ഖിന്നരാണ് അമേരിക്കയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ, കോൺഗ്രസ്മെൻ. ഇപ്പോഴിതാ ഒരു റെസൊല്യൂഷൻ വരികയാണ് ട്രംപിനെ അപലപിച്ചുകൊണ്ട്. കോൺഗ്രസിൻ്റെ മുൻകൂർ അനുമതി വാങ്ങാതെ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരങ്ങൾ യുദ്ധസമയത്ത് യുദ്ധം പ്രഖ്യാപിക്കാൻ ഉൾപ്പെടെയുള്ള അനിയന്ത്രിതമായി നൽകുന്ന അധികാരങ്ങൾ കട്ട് ചെയ്യണം, കുറച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്ന പ്രസിഡൻഷ്യൽ പവേഴ്സിനെ പ്രൂൺ ചെയ്യുന്ന ഒരു ബില്ല് വരികയാണ്. ഉടനെ വരും. ഒരുപക്ഷെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്ന സമയത്ത് അതേക്കുറിച്ചുള്ള ചർച്ചകളിലായിരിക്കും ലോകം. അവിടെ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം കൂടെ വർക്ക് ചെയ്യുകയാണ്. ഇതൊന്നും തനിക്ക് ബാധകമല്ല. ഒരു ഏകാധിപതിയെപ്പോലെ ഡൊണാൾഡ് ട്രംപ് പെരുമാറുന്നു എങ്കിൽ അത് നാശത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ അമേരിക്ക എന്ന രാജ്യമല്ല ഇവിടെ അബദ്ധം കാട്ടിയിരിക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിലെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുകയും ഒരു മാറ്റം അമേരിക്കയ്ക്ക് കൊണ്ടുവരികയും, അതായത് അമേരിക്ക എന്ന ഹെഗിമൺ, അമേരിക്ക എന്ന മേധാവിത്വ ശക്തിയുടെ ലോകത്തിൻ്റെ പേരുള്ള ഗ്രിപ്പ് കുറഞ്ഞുകൊണ്ട് വരുന്നു. അത് പുനഃസ്ഥാപിക്കാൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അമേരിക്കൻ ജനത അത് വിശ്വസിച്ചു, അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് പോപ്പുലർ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും
ഡൊണാൾഡ് ട്രംപ് ബഹുദൂരം മുന്നേറിയത് അതുകൊണ്ടാണ്. അതിനുള്ള മാൻഡേറ്റ് കിട്ടി. അതോടൊപ്പം തന്നെ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചു. അതായത് ഒബാമ ഭരണകൂടത്തെ, അല്ലെങ്കിൽ ബുഷിൻ്റെ സമയത്ത്, അതും അല്ല എങ്കിൽ ബൈഡൻ്റെ സമയത്ത്, അതുമല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ ആദ്യ ഊഴത്തിൽ ഇല്ലാതിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ട്രംപിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ നിലവിൽ റിപ്പബ്ലിക്കൻസിന് നേരിയ മേൽക്കൈയുണ്ട്, സെനറ്റിൽ നേരിയ മേൽക്കൈയുണ്ട്. ട്രംപ് ഭൂരിപക്ഷ വോട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ട്രംപ് പറയുന്നിടത്ത് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരും, ഇടക്കാല തിരഞ്ഞെടുപ്പ് വരും. സെനറ്റിലേക്കും ഹൗസിലേക്കും ഇടക്കാല തിരഞ്ഞെടുപ്പ് വരും. അവിടുത്തെ ഫലം പബ്ലിക് ഒപ്പീനിയനെ ആസ്പദമാക്കിയിരിക്കും. ട്രംപിൻ്റെ ഈ പോക്കിനോട് യോജിപ്പില്ലാത്ത ഭൂരിപക്ഷം അമേരിക്കൻ ജനത എങ്ങനെയാണ് വിധി എഴുതുക? ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് 32% ആണ്. ഓൾ ടൈം ലോ ആണ്. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും താഴെ തട്ടിലാണ്. അതുകൊണ്ട് ഈ യുദ്ധം അമേരിക്കയുടെ യുദ്ധമാണ് എന്ന് അമേരിക്കക്കാർ പറയുന്നില്ല. ഈ ട്രംപിനെ എക്കാലത്തും പിന്തുണച്ചിരുന്ന ചിലരും പറയുന്നു, ഇത് ട്രംപിൻ്റെ യുദ്ധം മാത്രമാണ്, ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, ഇതൊരു ഘടന യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തിയുടെ യുദ്ധത്തിന് ഒരു ഘടനയെ, അല്ലെങ്കിൽ രാജ്യത്തെ, സൈനികരെ ഉപയോഗിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് അമേരിക്കയ്ക്കുള്ളിൽ ഉയരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തുന്നതിനോട് പക്ഷേ അമേരിക്ക യോജിക്കില്ലായിരിക്കാം. അമേരിക്ക വളരെ ശാന്തമായി അമേരിക്കയുടെ ഉള്ളിലെ ഘടനകൾ വളരെ ശാന്തമായി കൈകാര്യം ചെയ്യും. അവിടെ സത്യം പറഞ്ഞാൽ ഈ വാശിയോ വൈരാഗ്യം വെച്ച് ഇപ്പോഴൊരു പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള ഇംപീച്ച്മെൻറ്റിലേക്കൊന്നും അമേരിക്ക ഉടനടി കടക്കില്ല. കാരണം ഒരു യുദ്ധ സാഹചര്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടുന്നത് അമേരിക്കയിലെ വോട്ടർമാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. പക്ഷേ ട്രംപിൻ്റെ അധികാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ടാരിഫിൻ്റെ കാര്യം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയല്ലോ. അനിയന്ത്രിതമായ ടാരിഫ്, റെസിപ്രോക്കൽ ടാരിഫ്, പിഴത്തീരുവ, ഇതൊക്കെ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റ് ഇല്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് പ്രസിഡന്റ് പിടിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നാം. ആത്യന്തികമായി അങ്ങനെ പോകണം എന്നില്ല. അതുകൊണ്ട് തിരുത്തൽ വരാൻ പോകുന്നത് പ്രസിഡന്റിൻ്റെ ഓഫീസിൻ്റെ മേൽ കത്രികപ്പോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രംപ് സ്വാഭാവികമായി പിൻവലിയേണ്ടി വരും എന്ന ഒരു ചിന്ത വളരെ പ്രബലമാണ്. ആ ചിന്ത അമേരിക്കയ്ക്കുള്ളിൽ തന്നെയാണ് പ്രബലമായിട്ടുള്ളത്. ഇറാൻ ഒരുപക്ഷെ അതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ദീർഘമായി യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്കുള്ളിൽ സ്വാഭാവികമായി ഉയരുന്ന പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്, ലോകത്തെമ്പാടും ഉയരുന്ന പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിന് പൂർണ്ണമായി ലോക അഭിപ്രായം കണ്ടില്ല എന്നും സ്വന്തം രാജ്യത്തിനുള്ളിലെ അഭിപ്രായം കണ്ടില്ല എന്നും നടിക്കാനാവില്ലല്ലോ. മാത്രമല്ല ഒരു ഹോക്കിഷ് ടീമുണ്ട് ട്രംപിന്. അതായത് ട്രംപ് ക്യാമ്പ്, മാഗ ക്യാമ്പ് എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതൊരു ക്യാമ്പാണ്, ട്രംപ് കെട്ടിപ്പടുന്ന ഒരു ക്യാമ്പാണ്. അതിൽ മിതവാദികളുമുണ്ട്, തീവ്രവാദികളുമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അതിൽ ഒരു മിത സ്വഭാവമുള്ള പ്രായോഗികവാദിയാണ്. ഇപ്പോൾ ചാടിക്കേറി യുദ്ധം വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൻ്റെ അഭിപ്രായം. മറുവശത്തെ മാർക്കോ റൂബിയോ എന്ന വിദേശകാര്യമന്ത്രി, അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹം പറയുന്നത് ഉടനടി യുദ്ധം വേണം. അതുകൊണ്ട് ഇത് ഇസ്രയേലിൻ്റെ വാദഗതി പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മാർക്കോ റൂബിയോയുടെ ക്യാമ്പിൻ്റെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സിൽ തന്നെ തീവ്രവാദ ക്യാമ്പിൻ്റെ ആ ഒരു സ്ട്രാൻഡാണ് ട്രംപ് ആത്യന്തികമായി അഡോപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അമേരിക്കക്കാർ പലരും പറയുന്നു, ദിസ് ഇസ് നോട്ട് അമേരിക്കാസ് വാർ, ദിസ് ഇസ് ഇസ്രയേൽസ് വാർ. അമേരിക്കയുടെ എല്ലാ ഒബ്ജക്റ്റീവ്സ് ഇസ്രയേലിൻ്റെയാണ്. അത് വിശദീകരിക്കാൻ പോലും മാർക്കോ റൂബിയോ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു.